പാതിരവനമുല്ല ജാലകം വഴിയെൻ്റെ മോതിര വിരലിന്മേലുമ്മ വച്ചു. പാതിരവനമുല്ല ജാലകം വഴിയെൻ്റെ മോതിര വിരലിന്മേലുമ്മ വച്ചു. അഴിഞ്ഞു കിടന്നൊരു പുടവയെന്നോർത്തു ഞാൻ അല്ലിനിലാവിനെ മടിയിൽ വച്ചു. ഞാൻ അടിമുടി എന്നെ മറന്നു ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. അതിരാവിലെ അതിമനോഹരമായ പാട്ട് അല്ലെ. ഉറങ്ങേണ്ട സമയമല്ല, ഉണരേണ്ട സമയം. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരിയെ നമ്മളങ്ങ് പ്രണയിച്ചു. അത്രയും മനോഹരമായ ലിറിക്സ് ആണ്, അതിന്റെ ഒരു ഇമേജസ് ആണ്. എം ജയന്ദ്രന്റെ സംഗീതം. യെസ്, രണ്ടും കൂടെ ചേരുമ്പോ അല്ലെ നല്ല പാട്ടല്ലേ. അപ്പൊ ഈ അതിമനോഹരമായ പാട്ടോടുകൂടി നമ്മൾ ഈ പ്രഭാതം തുടങ്ങുകയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്, മാർച്ച് 5-ാം തീയതി. മലയാള കൊല്ലവർഷം നോക്കുകയാണെങ്കിൽ 1200 കുംഭം 21 അല്ലെ. അപ്പൊ വെയിലിന്റെ കാഠിന്യമൊക്കെ നന്നായിട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയ ഒരു സമയം കൂടിയാണ്. കുംഭമാസം ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ് മാസങ്ങള്. പക്ഷെ നല്ല വേനലുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉള്ളത് കടമ്പ്രയാറാണ്. പക്ഷെ ഇപ്പോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല കുയിലിന്റെ ശബ്ദമൊക്കെ ഉണ്ട്. ഇതിന്റെ സൈഡിൽ തന്നെ കടമ്പ്രയാറുള്ളത് കൊണ്ടാകാം രാവിലെ നല്ല തണുപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ചില മഴയൊക്കെ ഉണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ചൂടിനൊരു കുറവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് നല്ല പ്രതീക്ഷകളോടെ നല്ല വാർത്തകൾ നമ്മൾക്ക് ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ. ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങൾ പറയാനുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ മോർണിംഗ് വാക്കിന് ഞാനും സ്മിതി ചേച്ചിയും റെഡിയാണ്. നിങ്ങളിൽ എത്ര പേർ റെഡിയായി തയ്യാറായി നിൽക്കുന്നുണ്ട് അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അവർ റെഡിയല്ലേ? യെസ്, അപ്പൊ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പൊ നമുക്ക് നടന്നു തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതൊക്കെ അറിയിക്കുക. വാർത്തകളിലേക്ക് വരാം നമുക്ക് അല്ലെ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ തലക്കെട്ടിൽ പറഞ്ഞ പോലെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ചേച്ചി പോകുന്നുണ്ടോ ഒറ്റോണ? പോണമെന്നുണ്ട്. നല്ല ചൂടാണ്, പക്ഷെ പോകേണ്ടി വന്നാ പോവും. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ തീരുമാനങ്ങളൊക്കെ വൈകാതെ ഉണ്ടാകും. അപ്പം മാത്രമല്ല വലിയ ഒരു ഒരുക്കം ഇത്തവണ 24-ന്റെ ഭാഗത്തുണ്ടാകും. കൃത്യമായി പൊങ്കാല അതിന് അവസാന ദിനമൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ മറുഭാഗത്ത് നടക്കും. ഇന്നലെ അതുപോലെ പറഞ്ഞിരുന്നു. നല്ല ചൂടുമാണ്, പിന്നെ നല്ല ശുദ്ധജലം, കുടിവെള്ളം കൃത്യമായിട്ട് എത്തിക്കണം. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമായിട്ടുണ്ടെന്ന് ഇന്നലെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു വീഴ്ചകളും ഇല്ലാതെ തന്നെ അത് മനോഹരമായിട്ട് തിരുവനന്തപുരത്തുകാരുടെ മാത്രമല്ലല്ലോ, നാടിന്റെ ഒന്നാകെയുള്ള ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അതിനി രാഷ്ട്രീയ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് CPM സംബന്ധിച്ചിടത്തോളം. ഇന്ന് CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറുകയാണ് കൊല്ലത്ത്. CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക കൊടിമര ജാഥകൾ ഇന്ന് വൈകിട്ടെത്തും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സംസ്ഥാനത്ത് കണ്ണൂർ കഴിഞ്ഞാൽ CPIMന് ഏറ്റവും കൂടുതൽ സംഘടനാ സംവിധാനമുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വിഭാഗീയ നീക്കങ്ങൾ മുളയിലെ നുള്ളിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് CPIM കടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. തുടർന്ന് ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖായാത്രകൾ സംഗമിച്ച് പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്ഥാപിക്കും. നാളെ പ്രതിനിധി സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള 486 പ്രതിനിധികളും
44 നിരീക്ഷകരും അതിഥികളുമടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമാകും. 24 കൊല്ലം. യെസ്, എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നിന്നും അതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ആർ ശ്രീജിത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സമ്മേളനം എന്ന് പറയാം ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം. കാരണം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകാൻ പോവുകയാണ്. മറ്റൊന്ന് 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് വരുന്ന സംസ്ഥാന സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ, ഒപ്പം തന്നെ ഏതൊക്കെ വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാകും? അതിൽ ഏറ്റവും അവസാനം വന്ന ഈ പ്രായപരിധി വിഷയങ്ങളിലൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്? പ്രജിൻ, സ്മിത, ഗുഡ് മോർണിംഗ്. CPM-ന്റെ കൊല്ലത്തെ സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി. ഇന്ന് ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ വൈകുന്നേരം പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗരത്ത് ആശ്രമ മൈതാനിയാണ്. ആശ്രമ മൈതാനിയിൽ സംഗമിക്കുന്നതോടെയാണ് ഇവിടുത്തെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടികൾക്ക് തുടക്കമാകുന്നത്. അവിടെ പൊതുസമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാനും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ KN ബാലഗോപാലാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. ഇതോടുകൂടി സമ്മേളനം അതിൻ്റെ ഔദ്യോഗികമായ നടപടികളിലേക്ക് കടക്കുകയാണ്. കയ്യൂരിൽ നിന്നാണ് പതാക ജാഥ കൊല്ലത്തേക്ക് വരുന്നത്. M സ്വരാജ് നയിക്കുന്ന പതാക ജാഥ ഇന്ന് രാവിലെയോടുകൂടി കൊല്ലം നഗരത്തിലേക്ക് എത്തും. ഒപ്പം തന്നെ വയലാറിൽ നിന്നുള്ള ദീപശിഖ യാത്രയും ഇന്നലെ വൈകുന്നേരം കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ശൂരനാട് രക്തസാക്ഷി കുടീരത്തിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത്. അതിനുള്ള കൊടിമര ജാഥ രാവിലെ 9 മണിക്ക് ശൂരനാട് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് ആരംഭിക്കും. അങ്ങനെ ഈ 3 ജാഥകളും പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ, അതായത് ആശ്രമ മൈതാനിയിൽ സംഗമിക്കും. അതിനുശേഷമാണ് പതാക ഉയർത്തൽ. മറ്റന്നാൾ രാവിലെ 10 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. കേരളത്തിലെ 5,64,000 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 480 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 44 നിരീക്ഷകരും അതിഥികളുമുണ്ട്. അങ്ങനെ മൊത്തം 530 പേരായിരിക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. കൊല്ലം ടൗൺ ഹാളാണ് പ്രതിനിധി സമ്മേളനത്തിൻ്റെ വേദി. ആ വേദിക്ക് കോടിയേരി ബാലകൃഷ്ണൻ, അന്തരിച്ച CPM-ന് പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അവിടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിൻ്റെ ഭാവി വികസനം സംബന്ധിച്ച് അവതരിപ്പിക്കുന്ന രേഖയായിരിക്കും. നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പേരിട്ടിരിക്കുന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. CPM-ന്റെ എറണാകുളം സമ്മേളനത്തിലും നവകേരളത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന പേരിൽ ഒരു രേഖ അവതരിപ്പിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ രേഖയിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിവാദമായ സ്വകാര്യ സർവകലാശാലയ്ക്ക് കേരളത്തിൽ അനുമതി നൽകാം എന്നുള്ള ആ നിർദ്ദേശം, നയപരമായ നിർദ്ദേശം ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവതരിപ്പിക്കുന്ന നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖയും വളരെ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം പുതിയ നയംമാറ്റത്തിൻ്റെ, പുതിയ നിലപാട് മാറ്റത്തിൻ്റെ എന്ത് സൂചനയാണ് ഈ രേഖ തരാൻ പോകുന്നത്? ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിക്കാൻ പോകുന്ന പുതിയ നയം എന്താണ് എന്നതിൻ്റെ ഒരു ദിശാസൂചികയായി ഈ രേഖ മാറും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ 3 വർഷത്തെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും നടക്കും. ആർ ശ്രീജിത്താണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. പിന്നെ പ്രജിൻ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നയംമാറ്റം, അതൊക്കെ ഉണ്ടാകും. രസകരമായ കാര്യം എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ആ ശ്രീജിത്ത് AK ബാലനുമായി സംസാരിച്ചിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. അപ്പം വളരെ വളരെ രസകരമായി, വളരെ ക്ലവറായിട്ട് ചോദ്യം ചോദിക്കുകയും അതേ രീതിയിൽ ക്ലവറായിട്ട് തന്നെ ഉത്തരം പറയുകയും ചെയ്തു. ആരായിരിക്കും ഇനി CPM-നെ കേരളത്തിൽ നയിക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ? പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കലാണല്ലോ. അപ്പൊ അതിന് മറുപടിയായി പറഞ്ഞത് പിണറായി വിജയന്റെ പേര് അത് പറയാതെ പറയുകയാണ്. വീണ്ടും പിണറായി വിജയൻ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വരിക എന്ന് പറയുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് മറ്റ് നേതാക്കൾ അതിനോട് ഏത് രീതിയിൽ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ ഒക്കെ കണ്ടറിയണം. EP ജയരാജൻ പറഞ്ഞത് നിലവിൽ ക്യാപ്റ്റൻ ആണല്ലോ, എന്താണ് മറ്റൊരു ചോദ്യം എന്നൊക്കെയാണ്. അപ്പോൾ രസകരമായ ഒരുപാട് പ്രതികരണങ്ങൾ. പ്രായപരിധിയുടെ കാര്യത്തിൽ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യവും ഇതിനോട് ചേർത്ത് വായിക്കണമല്ലോ. അപ്പൊ എല്ലാം കൂടെ ശരിക്കും അതൊരു രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് അല്ലേ. കാരണം വലിയ രീതിയിൽ രാഷ്ട്രീയക്കാരല്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രധാനപ്പെട്ട നമ്മുടെ LDF-ലാകട്ടെ അല്ലെങ്കിൽ UDF-ലാകട്ടെ എന്ത് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളത് നോക്കിക്കൊണ്ടിരിക്കും. CPM-ലെ കാര്യമാണെങ്കിൽ പറയും വേണ്ട. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ കൊല്ലത്തേക്കാണ് എല്ലാ കണ്ണുകളും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. വത്തിക്കാനിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു അല്ലെ. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് വത്തിക്കാൻ. ശ്വാസതടസ്സം ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. ചികിത്സകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്.
ഓക്സിജൻ തെറപ്പിയും ശ്വസന ഫിസിയോതെറാപ്പിയും തുടരുകയാണ്. പകൽ സമയത്ത് പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്ന വാർത്ത കൂടി വരുന്നു. കഴിഞ്ഞ മാസം 14-നാണ് റോമിലെ ജെമ്മല്ലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥ എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം അത് കുറയുന്നുണ്ട് എന്ന വാർത്ത. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അല്ലേ? എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ഭേദമായി മാർപ്പാപ്പ പൂർണ്ണ ആരോഗ്യവനായി തിരികെ എത്തട്ടെ. ആശ്വാസകരമായ ആ വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വത്തിക്കാനിൽ നേരെ അമേരിക്കയിലേക്ക് പോകണം. പക്ഷെ കമന്റിന്റെ കാര്യം പറയുമായിരുന്നു, ഒരുപാട് നല്ല സന്ദേശങ്ങള്. അത് ഒന്നാമത് ഈ പാട്ടില് തുടങ്ങിയതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ പ്രജിനെ മിസ് ചെയ്തു എന്ന് ഒരുപാട് പേര് പറയുന്നു. അപ്പൊ പ്രജിനുള്ളപ്പോ ഒരു ഉണർവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾക്ക് വരാം അല്ലേ? അപ്പോൾ അമേരിക്കയിലേക്കാണ്. എന്താണ് വിശേഷം എന്നല്ലേ? പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ US കോൺഗ്രസിലെ ആദ്യ അഭിസംബോധന, അതായത് 2ാം ടേമിൽ ആദ്യ അഭിസംബോധന ഇന്ന് എന്ന് പറയാം. ജനപ്രതിനിധി സഭയിലാണ് ഈ പ്രസംഗം നടക്കാൻ പോകുന്നത്. താൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ നയമാറ്റങ്ങൾ ട്രംപ് അവിടെ വിശദീകരിക്കുമെന്നും അറിയുന്നു. അതെ, മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഇന്നിപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാത്ത രാത്രിയാണ് അല്ലേ? ട്രംപിന്റെ പ്രസംഗം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുക്കം ആഴ്ചകളിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമോ? ഒപ്പം തന്നെ യുക്രൈൻ വിഷയമുണ്ട്, നമ്മുടെ അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള വിഷയങ്ങളുണ്ട്, താരിഫിൽ ചുങ്കത്തിലുണ്ടാക്കിയിട്ടുള്ള നയമാറ്റങ്ങളുണ്ട്. അതിന് കാനഡയൊക്കെ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്രസ്, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സ്മിത. സ്മിത നേരത്തെ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ നല്ല സന്ദേശങ്ങൾ വരുന്നത് പോലെ അമേരിക്കയുടെ ക്യാപിറ്റോൾ ഹില്ലിൽ നിന്നും ചില നല്ല സന്ദേശങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ടൈമിൽ ഇത് ആദ്യമായിട്ടാണ് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 7:30-ക്കായിരിക്കും ഈ പ്രസംഗം ആരംഭിക്കുക. സാധാരണ നിലയ്ക്ക് US പ്രസിഡന്റ് വർഷാദ്യം ഈ ക്യാപിറ്റോൾ ഹില്ലിൽ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു വർഷത്തെ ഒരു പ്രവർത്തന റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നത് കൂടിയാകുന്നതിനാൽ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ എന്നാണ് പറയുക. പക്ഷേ പൊതുവെ അധികാരമേറ്റ് ആദ്യ പ്രസംഗം ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ നടക്കുന്ന ചടങ്ങായതിനാൽ സാങ്കേതികമായി അങ്ങനെ പറയാറില്ല. യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്താൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതിന്റെ തൊട്ടടുത്ത ദിവസവും അതുപോലെ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US-ലേക്ക് പ്രവേശിക്കുന്ന സാധനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസംഗം. അതുകൊണ്ട് തന്നെ ലോക നേതാക്കളും ലോക രാജ്യങ്ങളും വലിയ ശ്രദ്ധയോടുകൂടിയായിരിക്കും ഈ പ്രസംഗം മുഴുവനായി കേൾക്കുക. ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചേംബറിൽ സ്പീക്കർ മൈക്ക് ജോൺസണും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഉണ്ടാകും. ജനപ്രതിനിധി സഭയിൽ നിന്നും അതുപോലെ സെനറ്റിൽ നിന്നുമുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പങ്കെടുക്കും. എന്നിരുന്നാലും ഒരു കൂട്ടം ഡെമോക്രാറ്റുകൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശതകോടീശ്വരൻ എലോൺ മസ്ക് ഉൾപ്പെടെ ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ ഈ പ്രസംഗം കേൾക്കുവാൻ ഈ ജനപ്രതിനിധി സഭയിൽ ഉണ്ടായിരിക്കും. തന്നെയുമല്ല, അല്പമണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, സെലൻസ്കി ഖേദകരമായ സംഭവങ്ങളാണ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നടന്നതും. അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിൽ യുക്രൈനിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നും അമേരിക്ക നൽകിയതിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയ്ക്കായിട്ടായിരിക്കും ലോകം കാത്തിരിക്കുക. സ്മിത, പ്രജിൻ. തയ്യാറായിട്ടുണ്ട്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിസംബോധന പ്രസംഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ട്രംപ് പറയാൻ പോകുന്നത് ഈ നയമാറ്റത്തെ കുറിച്ച് എന്നൊക്കെ അല്ലേ, അതിനൊരു ആകാംക്ഷ കൂടി ഉണ്ട് നമുക്ക്. നമ്മുടെ ഈ എന്താ പറയാ, ഈ അനധികൃത കുടിയേറ്റം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇന്ത്യയിലേക്ക് അടക്കം ഒരുപാട് പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ നമുക്ക് നമ്മൾ ഇന്ത്യക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം തന്നെ യുക്രൈൻ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടുകൂടി യുക്രൈനുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ എന്താണ് ഇനി കൃത്യമായിട്ട് അതിന്റെ ഒരു നയം എന്തായിരിക്കും, അത് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗസയുടെ കാര്യത്തിൽ എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അമേരിക്കയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനുള്ള, ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ.
ഇനിയിപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഡൊണാൾഡ് ട്രംപിന്റെയും നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെയും വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ച അല്ലെ. അത് പരസ്യമായി ലൈവായി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ നടന്ന വാഗ്വാദങ്ങൾ. ഞാനൊരു സെലൻസ്കി ഫാൻ ആയിട്ടോ ശരിക്കും തുടക്കം മുതലുണ്ട് അത്. കാരണം ആ യുദ്ധത്തിനോട് അദ്ദേഹം സ്വീകരിച്ച അത് മുതൽ നമ്മൾ ആരും അറിയാത്ത ഒരു നേതാവായിരുന്നു. പക്ഷെ ആ യുദ്ധം മുതൽ അദ്ദേഹം സ്വീകരിച്ച ഓരോ നിലപാടുകളോടും നമുക്ക് വലിയ ബഹുമാനമുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ഉള്ള പെരുമാറ്റങ്ങൾ പറച്ചില്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ അത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് ദോഷം ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം വരുമല്ലോ. അപ്പൊ അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ സെലൻസ്കി വന്നിട്ടുണ്ടല്ലോ. പക്ഷെ എങ്കിലും അന്നത്തെ ആ ഒരു ചർച്ചയ്ക്കിടെയുണ്ടായ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വാക്പോരിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം ആ ധൈര്യം സമ്മതിക്കണം അല്ലെ. ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉള്ളൊരു ഇടത്താണ് തന്റെ നിലപാടുകൾ വളരെ കൃത്യതയോടു കൂടി സെലൻസ്കി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ വാക്പോരിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് വോളോഡിമർ സെലൻസ്കി എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും ശാശ്വത സമാധാനത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കാൻ താനും സംഘവും തയ്യാറാണ് എന്ന് സെലൻസ്കി പറയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനായി തയ്യാറാണെന്നും അന്തിമ കരാർ ഒപ്പിടാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ധാതു വിഭവങ്ങളുടെ കാര്യത്തിൽ ഒപ്പിടാൻ തയ്യാറാണ്. അത് മാത്രമല്ല ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഇപ്പോഴും താൻ തയ്യാറാണ്. യുക്രൈനും തയ്യാറാണ്. ആകെ ഒരൊറ്റ കാര്യം മാത്രമേ വ്യക്തമാക്കുന്നുള്ളൂ, റഷ്യക്ക് ഇനി ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല. ആ കാര്യം അദ്ദേഹം തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമമായ എക്സിൽ ഈ ഒരു മാപ്പ് പറച്ചിൽ പോലെ അല്ലെ, ഏറെക്കുറെ ഒരു മാപ്പ് പറച്ചിൽ പോലെയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ, ക്രിയാത്മകമായി ഇനിയും സഹകരിച്ചു തന്നെ പോകും, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചേച്ചി താഴേക്ക് നോക്കി, താഴേക്ക് നോക്കി. അയ്യോ, അതിനിടയിൽ നമ്മൾ അറിഞ്ഞല്ലോ വാർത്ത പറഞ്ഞ് നമ്മളിതാ ഈ കടമ്പ്രയാറ് നമ്മൾ ഉള്ളപ്പോ ഇവിടെ ഒരു ചെറിയ തൂക്കുപാലമുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ചേച്ചി താഴെ നടന്ന് ഇത്ര മുകളിലാണെന്ന് അറിഞ്ഞില്ല. ഒന്നുകൂടെ നോക്കുന്നോ? എനിക്ക് പേടിയൊന്നുമില്ല. വിചാരിച്ചു ഞാൻ എനിക്ക് പേടിയില്ല. കടമ്പ്രയാറിന്റെ നമ്മൾ മറ്റൊരു റീച്ചിൽ വന്നതാണ്. ഇതിപ്പോ ഈ പറയുന്ന നമ്മുടെ വണ്ടർലായുടെ തൊട്ടടുത്തുള്ള കടമ്പ്രയാറിന്റെ മറ്റൊരു ഭാഗത്തേക്കുള്ള എൻട്രി കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അത് ക്രിസ്ത്യനും പ്രജിനുമായിരുന്നു അല്ലെ, ഞാൻ ഉണ്ടായിരുന്നില്ല. രണ്ടോണം വന്നിരുന്നു നമ്മൾ ആ ഭാഗത്ത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറച്ചും കൂടെ നേരം വെളുത്ത് കഴിയുമ്പോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. തൂക്കുപാലാണ്. അതെ, ഇനിയിപ്പോ ഇറങ്ങുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് ഇങ്ങനെ പിടിക്കേണ്ടിയൊക്കെ വരും. നമുക്ക് ഒരു കാര്യം നിന്ന് പറയാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. അവിടെ സൈനിക താവളത്തിൽ ഭീകരാക്രമണം നടന്നു എന്നാണ് ആ വാർത്ത. 12 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കേറ്റു. സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ട്രക്കുകൾ സൈനിക കേന്ദ്രത്തിലേക്ക് ഓടിച്ചു കയറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. 6 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം അറിയിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഈ ഭീകരാക്രമണം ഉണ്ടായി 12 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇതിനു പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത. പ്രജിൻ, പാകിസ്ഥാനിലെ ഖൈബർ പൻതുങ്കയിലാണ് ബന്യു കന്റോൺമെന്റിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് പിന്നിൽ ഹാഫിസ് ഗുൽ ബഹദൂർ ഗ്രൂപ്പ് എന്ന ഭീകരവാദി സംഘടനയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ ഭീകരവാദി സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ ആസൂത്രിതമായാണ് ഈ ഭീകരവാദി ആക്രമണം പാകിസ്ഥാനിലെ ഈ ബന്നു കന്റോൺമെന്റിന് നേരെ നടത്തിയിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ട്രക്കുകൾ കന്റോൺമെന്റിന്റെ ഗേറ്റിലൂടെ ഇടിച്ചു കയറ്റുകയായിരുന്നു. തുടർന്ന് ഭീകരവാദികൾ ഇരച്ചു കയറുകയും ചെയ്തു. ഏതാണ്ട് 15ഓളം ഭീകരവാദികൾ ഈ കന്റോൺമെന്റിനകത്ത് പ്രവേശിക്കുകയും തുടർന്ന് ഈ ഇവിടെ ഉണ്ടായിരുന്ന സൈനികർക്കും സിവിലിയൻസിനും നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. 12 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. എങ്കിൽ പോലും 30ഓളം പേർ ഈ ആക്രമണത്തിൽ ഇതിനകം മരിച്ചു എന്നാണ് അനൌദ്യോഗികമായി പാക് മാധ്യമങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. 6 ഭീകരവാദികളെ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ വധിച്ചിട്ടുണ്ട്. ഇത് 8 ലൈറ്റ് കമാൻഡോസ് എന്ന പാകിസ്ഥാന്റെ കമാൻഡോ വിഭാഗമാണ് ഇവരെ നേരിടുന്നത്. ഈ നിലവിൽ ഇപ്പോഴും ഏതാണ്ട് 12ഓളം ഭീകരവാദികൾ ഈ താവളത്തിനകത്ത് തന്നെ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ.
ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാകിസ്ഥാനിലാണ് ഇതിലൊരു ഭീകരാക്രമണം. കുറെ നാളുകളായി ഇത്തരം വാർത്തകൾ അവിടെ നിന്ന് കേട്ടിട്ട്, പക്ഷേ ഇതിപ്പോ വീണ്ടും ആ പാതയിലേക്ക് തന്നെ പാകിസ്ഥാൻ പോകുന്നുണ്ടെന്നതാണ് വലിയൊരു അരക്ഷിതാവസ്ഥ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. അത് സൈനിക താവളത്തിൽ തന്നെ ഭീകരാക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. യെസ്, ഇവിടെ പലരും നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നത് കടമ്പ്രയാറാണ്. കടമ്പ്രയാറിന്റെ ഈ പറയുന്ന വണ്ടർലാക്കി പോകുന്ന ആ ഭാഗത്തുള്ള സൈഡാണിത്. 2 എൻട്രൻസ് ഉണ്ട്. അല്ലെ ഈ പറയുന്ന പോലെ ഈ എൻട്രൻസ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. റൂട്ട് പറയുകയാണെങ്കിൽ കാക്കനാട് പള്ളിക്കര റൂട്ടാണിത്. അപ്പോൾ വണ്ടർല എത്തുന്നതിന് മുൻപ്, പള്ളിക്കര എത്തുന്നതിന് മുൻപാണിത്. കടമ്പ്രയാർ ടൂറിസം അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ കാഴ്ചകൾ. അപ്പൊ കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് വരണം എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. രാവിലെ 5 മണിക്ക് തുറക്കും ഇതിന്റെ വാക്ക് വേ. അപ്പൊ ഇതിനകത്തൂടെ നടക്കാം, നമുക്ക് ആ സമയത്തോട്ട് നടക്കാം. 11 മണി വരെ എനിക്ക് തോന്നുന്നു ഇത് തുറന്ന് തന്നെ കിടക്കും, രാത്രി. അതെ അതെ അതെ. ഇവിടെയുള്ള ഒരു രസം എന്ന് വെച്ചാൽ ഈ കടമ്പ്രയാറിന്റെ ഈ പുഴയുടെ ഒരു സൗന്ദര്യമുണ്ട്. പിന്നെ കോട അതിങ്ങനെ നമുക്ക് കാണാം, ദൂരത്തുനിന്നേ കാണാം. കണ്ടോ ആ ഭാഗം, അതൊക്കെ നമ്മുടെ ക്യാമറയിൽ ഒരുപക്ഷെ പ്രേക്ഷകർ സെക്കൻഡ് ക്യാമറയിൽ കാണാൻ തോന്നുന്നു. കോട മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഞാൻ പാട്ട് പാടുന്ന കാര്യത്തില്ല, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ധൈര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുഖത്ത് കാണുന്നുണ്ട്, എന്നെ കളിയാക്കുന്നു ധൈര്യം. അതല്ല, പ്രജിൻ വിചാരിച്ചാണ് ഞാൻ മുകളിലെത്തി കഴിയുമ്പോ നമുക്ക് താഴേക്ക് നോക്കുമ്പോ ചിലർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. എനിക്ക് അതില്ല, പക്ഷെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ കുറച്ച് പ്രശ്നമാണ്. അത് നല്ലതായിട്ട് ശ്രദ്ധിച്ചില്ല. പ്രേക്ഷകർക്ക് നമുക്കൊരു പണി കൊടുക്കാം. അതായത് ഈ മുകളിൽ ഈ ഉയരത്തെ പേടിയുള്ളതിന് ഒരു പേര് പറയും. അതിന് അതെന്താണെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞുതരാമോ? കമന്റ് ബോക്സിൽ പെട്ടെന്ന് വരട്ടെ, നമുക്ക് നോക്കാം. അതായത് ഉയരത്തെ പേടിയുള്ളതിന് എന്താണ് പറയാം?